ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര സ്വർണ്ണ മെഡലുകൾ നേടി? അറിയാലോ, ഇപ്പൊ അടുത്തിടെ നടന്ന സംഭവമാണ്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4, ഓപ്ഷൻ ഇ 5. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ മെഡൽ നേട്ടമായിരുന്നു ടോക്കിയോയിൽ പാരാലിമ്പിക്സിൽ നടന്നത്. 3. ആകെ 19 മെഡലുകൾ നേടി. അതിൽ സ്വർണ്ണ മെഡലുകൾ എത്രയായിരുന്നു എന്നാണ് ചോദ്യം. ഒളിമ്പിക്സില് ഒരു ഗോൾഡേ ഉണ്ടായിരുന്നു. ഒളിമ്പിക്സിൽ ഒരു ഗോൾഡ് ഉണ്ടായിരുന്നു. പാരാലിമ്പിക്സിൽ ശ്രദ്ധിച്ചില്ല. 19 മെഡൽ 5. ഉറപ്പിക്കാം. പൂട്ടട്ടോ? പൂട്ടിക്കോ. പൂട്ടുന്ന കൊള്ളാം, പക്ഷെ പൂട്ടിയാൽ തെറ്റിയാൽ 8,000. പൂട്ടട്ടോ? ഇപ്പൊ ഹാർട്ടിന് ഇടി എങ്ങനെയുണ്ട്? 1 കോടി കിട്ടാൻ ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ചോദ്യത്തിന് ഉത്തരം, ടോക്കിയോ പാരാലിമ്പിക്സ് ഇന്ത്യ എത്ര സ്വർണ്ണ മെഡലുകൾ നേടിയെന്ന 1 ലക്ഷത്തിന്റെ ചോദ്യത്തിന് താങ്കൾ ഉത്തരം തെറ്റിച്ച് പറഞ്ഞില്ല. ഉത്തരം ശരിയാണ്. 19 മെഡലുകളിൽ 5 സ്വർണ്ണ മെഡലുകളാണ് പാരാലിമ്പിക്സിൽ ഇന്ത്യ നേടിയത്. അപ്പൊ എന്തായാലും 1 ലക്ഷം രൂപയായി. ഇനിയിപ്പോ എന്താ ചെയ്യാൻ ഒത്തിരി ഉള്ളതുകൊണ്ട് മോള് ഈ പൈസയൊക്കെ ഒരുപാട് കിട്ടി ആർക്കെങ്കിലും കൊടുക്കാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടോ? ആദ്യം ഈ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കണം. എന്തൊക്കെയാ? ഒന്ന് ഐറ്റം നമ്പർ 1 കടം തീർക്കും. ഐറ്റം നമ്പർ 1 കടം 6 ലക്ഷം രൂപ അച്ഛന്റെ പേര് കടമുണ്ട്. പിന്നെ വീട്. ഇപ്പൊ വാടക വീട്ടിലാണോ? വാടക വീട്ടില. അപ്പൊ ഒരു വീട് വെക്കണം. 3 പഠിത്തം. എന്റെ ഹയർ സ്റ്റഡീസിന് എന്തായാലും പൈസ വേണം. 4 തെരഞ്ഞെടുപ്പ് ഇരിക്കണോ? തെരഞ്ഞെടുപ്പിലൊന്നും നിൽക്കണം സർ. രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമല്ല. അച്ഛാ, മോൾ ഐറ്റംസ് എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛന് പറ്റിയ മകളും അല്ലേ? സൂപ്പറാ മോള് കേട്ടോ. അവളെല്ലാം കടമൊക്കെ വീട്ടിക്കൊള്ളും എന്നും പറഞ്ഞ് അങ്ങ് ഉഴപ്പിക്കളയത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കും. ഇനി നമ്മൾ ലക്ഷങ്ങളുടെ കളി മാത്രമേ ഉള്ളൂ. ഇതുവരെ നമ്മൾ 10,000 ജീള് കേസായിരുന്നു. ഇപ്പൊ നമ്മൾ ഇനി ലക്ഷങ്ങളുടെ കളി. 2 lakhs. എപ്പോഴും കൺഫ്യൂഷൻ. എനിക്ക് കൺഫ്യൂഷൻ ആണ് എപ്പോഴും. അപ്പൊ മോണിറ്റർ പ്ലീസ്. പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട സ്മാരകം ഇനി പറയുന്നവയിൽ ഏതാണ്? ഇതാണ് ചോദ്യം. 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ കുത്തബ് മിനാർ, ഓപ്ഷൻ ബി ചാർമിനാർ, ഓപ്ഷൻ സി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി ഇന്ത്യ ഗേറ്റ്, ഓപ്ഷൻ ഇ ബുലന്ദ് ദർവാസ. പിടിവള്ളിയുണ്ട്. സംശയം വെച്ച് പറഞ്ഞ് 1 ലക്ഷം രൂപ കളയരുത്. നമുക്ക് കടമൊക്കെ ഉണ്ട്. പിടിവള്ളി എടുക്കാം അല്ലേ? അച്ഛാ, ചാർമിനാർ എന്നാണ് ഉദ്ദേശിച്ചത്. ചാർമിനാർ അതാണോ ഉത്തരം? ഉത്തരം അത് തന്നെയാണോ? ഓക്കെ, അപ്പൊ നമ്മൾ പൂട്ടാം അല്ലേ? പൂട്ടട്ടോ? എനിക്ക് ജോലി നിർത്തി പോകാൻ സമയമായി. പൂട്ടിയിരിക്കുന്നു. ചാർമിനാർ ഉത്തരം പറഞ്ഞിരിക്കുന്നു. എനിക്കിനി അടുത്ത പണിക്ക് പോവാം.